ഇറാനുമായി ചർച്ചകൾ നടക്കുന്ന സാഹചര്യത്തിൽ ഇറാനിയൻ പവർ പ്ലാന്റുകൾക്കും ഊർജ അടിസ്ഥാന സൗകര്യങ്ങൾക്കുമെതിരായ എല്ലാ സൈനിക നടപടികളും 10 ദിവസത്തേക്ക് നിർത്തിവെക്കുന്നതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ട്രംപിന്റെ പ്രഖ്യാപനം ഇത് 3ാം തവണയാണ്. നേരത്തെ പറഞ്ഞതുപോലെ അതായത് ആദ്യം ഒരു 48 മണിക്കൂർ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. അതിനുശേഷം 5 ദിവസത്തെ വെടിനിർത്തലായി. ഇത് രണ്ടും ലംഘിക്കപ്പെട്ടു. വീണ്ടും ഇറാനിലേക്ക് ആക്രമണം നടത്തുകയും ഇറാന്റെ പ്രത്യാക്രമണം ഉണ്ടാവുകയും ചെയ്തു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപ് പറയുന്നത് ഏപ്രിൽ 6 വരെ ഇറാനിലേക്ക് ആക്രമണം ഉണ്ടാകില്ല എന്നാണ്. ഇറാൻ സർക്കാരിൻ്റെ പ്രത്യേക അഭ്യർത്ഥന മാനിച്ചാണ് ഈ തീരുമാനമെന്നും ട്രംപ് പറയുന്നുണ്ട്. ഇതനുസരിച്ച് 8 മണി വരെയാണ്, ഏപ്രിൽ 6 രാത്രി 8 മണി വരെയാണ് ആക്രമണം ഉണ്ടാകില്ല എന്ന് ട്രംപ് പറയുന്നത്. ഇറാനുമായുള്ള ചർച്ചകൾ മികച്ച നിലയിലാണ് എന്ന് ട്രംപ് പറയുന്നുണ്ട്. ഇതിനിടയിൽ ചില എണ്ണക്കപ്പലുകൾ ഹോർമസിലൂടെ കടത്തിവിടാൻ 10ഓളം എണ്ണക്കപ്പലുകൾ കടത്തിവിടാൻ ഇറാൻ സമ്മതിച്ചതിനെ ഒരു വലിയ സമ്മാനം എന്ന രീതിയിലാണ് പ്രസിഡന്റ് ട്രംപ് വിശേഷിപ്പിച്ചത്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള നീക്കത്തിലേക്ക്, വെടിനിർത്തലിലേക്ക് മറ്റും ട്രംപ് പോകുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഈ ട്രംപിന്റെ വാഗ്ദാനം അത് എത്ര ദിവസം, എത്ര മണിക്കൂർ നിലനിൽക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. അജയ് സുധാ ബിജു വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. അജയ്, ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 2 തവണ ഇതിനു മുൻപ് ട്രംപ് ഇത്തരം പ്രസ്താവനകൾ നടത്തുകയാണ്. പക്ഷേ യുദ്ധം ഇങ്ങനെ അനിശ്ചിതം തുടർന്നുകൊണ്ടിരുന്നു. കൂടുതൽ സേനാ വിഭാഗങ്ങളെയും അങ്ങോട്ടേക്ക് പശ്ചിമേഷ്യയിലേക്ക് അയക്കുന്നുവെന്നും കരയുദ്ധത്തിന് തയ്യാറെടുക്കുന്നു അമേരിക്ക എന്നൊക്കെയുള്ള വിവരങ്ങളുടെ പശ്ചാത്തലത്തിൽ അതിനിടയിലൂടെയാണ് ഇത്തരമൊരു പ്രഖ്യാപനം. എന്ത് വിശ്വസിക്കണം നമ്മൾ? ഇപ്പോൾ ഒന്നും തന്നെ നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത സാഹചര്യം തന്നെയാണ്. ഇതിനു മുൻപേ ട്രംപ് 2 തവണ വെടിനിർത്തൽ പ്രഖ്യാപിച്ചപ്പോഴും പശ്ചിമേഷ്യയിൽ സംഘർഷങ്ങൾ അതിരൂക്ഷമായി തന്നെ തുടർന്നിരുന്നു. അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് പ്രത്യേക ഇടപെടലുകളൊന്നും ഉണ്ടായില്ലെങ്കിൽ പോലും ഇറാനും അതുപോലെ ഇസ്രായേലിനും ഇടയിലുള്ള പോരാട്ടങ്ങൾ അത് തുടർന്നുകൊണ്ടിരുന്നു. ഇസ്രായേലിനുള്ളിലെ പ്രധാനപ്പെട്ട നഗരങ്ങൾ വരെ, ഇസ്രായേലിനുള്ള ആണവ നിലയങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെ ഇറാൻ ആക്രമണം നടത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇറാനുള്ളിലെ ബോഷേർ ആണവ നിലയത്തിലേക്കുള്ള ആക്രമണം, അതുപോലെ തന്നെ തെക്കൻ ലെബനനിലേക്കുള്ള ആക്രമണം, പിന്നെ ഇന്നലെ അബുദാബിയിലടക്കം 2 പേർ കൊല്ലപ്പെടുന്ന സ്ഥിതിയുണ്ടായി. ഇത്തരത്തിൽ പശ്ചിമേഷ്യയിൽ ഒട്ടാകെയുള്ള ആക്രമണങ്ങൾ കടുത്ത രീതിയിൽ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വെടിനിർത്തൽ പ്രഖ്യാപിച്ച സാഹചര്യത്തിലും തുടർന്നുകൊണ്ടിരുന്നു. ഇപ്പോൾ അമേരിക്ക നിലവിൽ വ്യക്തമാക്കിയിരിക്കുന്നത് 10 ദിവസം ഇറാന്റെ ഊർജ ആണവ നിലയങ്ങളെ ആക്രമിക്കില്ല, 10 ദിവസത്തേക്ക് അമേരിക്ക വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നു എന്നാണ്.